നമസ്കാരം. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ വ്യാജ ഫേക്ക് ഐ ഡിയിൽ നിന്നും പല സന്ദേശങ്ങളും പല ഫേസ്ബുക്ക് പോസ്റ്റുകളും രംഗപ്രവേശനം ചെയ്യാറുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ, അതായത് കേരളത്തിലെ തന്നെ സമുന്നതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവിനെതിരെ ഒരു ഫേക്ക് ന്യൂസ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ മാക്കൂട്ടം അതിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടിയിരിക്കുന്ന ഒരു ജനകീയ അംഗീകാരം, അതായത് ഒരു ക്വാളിറ്റി ഉള്ള ഒരു നേതാവ് ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അംഗീകാരം, അതാണ് ഇവിടെ പ്രതിപാദിക്കുന്ന ഒരു വിഷയം. ആദ്യം അതിൻ്റെ സന്ദർഭം പറയാം. അതായത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നും ഒരു പോസ്റ്റ് വന്നിരുന്നു. ആ പോസ്റ്റ് സ്വാഭാവികമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് ഒരു അശ്ലീല ഫേക്ക് പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇവിടുത്തെ ഒരു വാർത്താ മാധ്യമ ചാനൽ അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ മുക്കി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫേക്ക് ആയതുകൊണ്ടും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടും എന്താണെങ്കിലും അപ്പോൾ തന്നെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രത്യേകിച്ച് UDF അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അതിശക്തമായിട്ട് ഇന്നും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന അതിശക്തനായിട്ടുള്ള ഒരു യുവ നേതാവ് പാർട്ടിയിൽ ഇല്ലെങ്കിൽ പോലും അതാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു സവിശേഷത. അദ്ദേഹം അപ്പോൾ തന്നെ അതിനെ പ്രതികരിച്ചുകൊണ്ട് ശക്തമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് വളരെയധികം ജനകീയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഒന്ന് വായിക്കാം. പ്രിയ സഹപ്രവർത്തകരെ, പ്രത്യാക്രമണത്തെക്കാൾ വലിയ പ്രതിരോധമില്ല. കൊത്തി മുറത്തിൽ കൊത്തുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് അപരാധം പറഞ്ഞ് UDFൻ്റെയും കേരളത്തിൻ്റെ തന്നെയും സമുന്നതനും സമാദരണീയനുമായ പാണക്കാട് തങ്ങൾക്കെതിരെയും മോർഫ് ചെയ്ത ഒരു അപവാദ പ്രചരണവുമായി ഈ സൈബർ കൃമികീടങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. മനുഷ്യനെ പറ്റി അറപ്പുളവാക്കുന്ന അപവാദ പ്രചരണം നടത്താൻ ഈ കൃമികൾക്ക് കിട്ടുന്ന ലൈസൻസ് ശ്രീ വിജയനെ പോലെ ഒരുത്തനാണ് അവരുടെ ആഭ്യന്തരമന്ത്രി എന്നതാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് എതിരെ ഹീനമാർഗങ്ങൾ ഉപയോഗിക്കുന്ന, വേണ്ടി വന്നാൽ കൊന്നിട്ട് കുലംകുത്തി എന്ന് വിളിക്കാൻ മനസ്സുള്ള ഒരുത്തൻ സംരക്ഷിക്കാൻ ഉണ്ട് എന്ന ധൈര്യമാണ് ഈ ക്രിമിനൽ സംഘങ്ങളെ വളർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ പോരാളി ക്രിമികളുടെ നേതാവ് ആ പോരാളി മനസ്സുള്ള പോരാളി വിജയനാണ്. പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തിൻ്റെ തന്നെ നാൾ വഴി ഒന്ന് നോക്കൂ. 1. സൈബർ ക്രിമികൾ 2 ദിവസമായി 1000 പള്ളികളുടെ ഖാളിയുടെ 1000 പാട്ടുകൾ ഉടൻ വിപണിയിൽ എന്ന് സൈബർ സ്പേസിൽ പ്രചരണം നടത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, UDF മാത്രമല്ല ഒരു മതത്തെ കൂടി അധിക്ഷേപിക്കുക എന്ന CPMൻ്റെ സമകാലിക നയത്തിൻ്റെ ഭാഗമായാണ് ഖാളി എന്ന വാക്ക് ഉൾക്കൊള്ളിച്ചത്. 2. ഷാനു എന്ന ഒരു ഫേക്ക് ID പുതുതായി സൃഷ്ടിച്ച് ഡീപ്പ് ഫേക്കിലൂടെ സൃഷ്ടിച്ച് തങ്ങളുടെ ഒരു മോർഫ് വെച്ച ഹീനപ്രചരണം നടത്തുന്നു. ചിത്രം വെച്ച് ഹീനപ്രചരണം നടത്തുന്നു. 3. പാണക്കാടേക്ക് സഹായവും ചോദിച്ചെത്തുന്ന ഓരോ മനുഷ്യൻ പോലും നിരാശയോടെ മടങ്ങി വന്നിട്ടില്ല എന്നുള്ളത് ശിഹാബ് തങ്ങളുടെയും ഹൈദരലി തങ്ങളുടെയും തെളിയിക്കപ്പെടുകയും അത് സാദിഖ് അലി തങ്ങളിലൂടെയും മുനവർ അലി തങ്ങളിലൂടെയും തുടർന്നു പോവുകയും ചെയ്യുന്ന പാരമ്പര്യമാണ്. ഈ പാരമ്പര്യത്തെ ഭയന്നാണ് സഹായം ചോദിച്ച് എത്തിയ ഒരു യുവതിയോട് തങ്ങൾ അശ്ലീല സന്ദേശം അയച്ചു എന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആ ഫേക്ക് അക്കൗണ്ട് ആകെ ഫോളോ ചെയ്തത് ശ്രീ KT ജലീലിനെ വാഴ്ത്താനായി ഇറങ്ങിയേക്കുന്ന ഒരു സൈബർ ക്രിമി. അതിൻ്റെ അപകടം മണത്താണ് ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും അടച്ചാക്ഷേപിക്കുന്ന ജലീൽ പെട്ടെന്ന് സാദിഖ് അലി തങ്ങൾക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടത്. അതും അന്വേഷിക്കണം. 5. പോസ്റ്റ് വന്നു മിനിറ്റുകൾ വെച്ച് CPM ഫേക്ക് പേജുകൾ തങ്ങൾക്ക് എതിരെ ആക്ഷേപം അഴിച്ചുവിടുന്ന ജനൻ TV അത് വാർത്തയാക്കുന്നു. ഈ വിഷയത്തിൽ UDF വളരെ വേഗം തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുന്നു. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് അറിയിക്കുന്നു. ആ ഫേക്ക് ID മുക്കുന്നു ക്രിമികൾ. ഈ വിഷയത്തിൽ ശ്രീ വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ കൃത്യമായ അന്വേഷണം നടക്കില്ല എന്ന് ഉറപ്പ്. എന്നാൽ 1.5 മാസം കഴിഞ്ഞ് ജനങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സകല ക്രിമികളെയും കണ്ടെത്തുകയും ആ ക്രിമികളെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അത് നിയമപരമായും ജനകീയമായും രാഷ്ട്രീയപരമായും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
സൈബർ ക്രിമിനലുകളോട് പറയുന്നു, ഇത് ഒരു നല്ല ടൂളല്ല. വ്യക്തിജീവിതം ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങിയാൽ ഫേക്ക് ഒന്നും വേണ്ടിവരില്ല. 2 യുവമന്ത്രിമാരുടെയും ബ്രാക്കറ്റിൽ യുവാക്കൾ എന്ന് അവകാശപ്പെടുന്നവർ ഒരാൾക്ക് മുതിർന്ന മകൾ തന്നെയുണ്ട്. MLA ആയ മുൻ മന്ത്രിയുടെയും ക്രിമികളുടെ 1 ഡസൻ നേതാക്കളുടെയും ഒക്കെ ഇതുവരെ പുറത്തു വരാത്ത യഥാർത്ഥ കഥകൾ. ആ യഥാർത്ഥ കഥകൾ എന്ന് പറയുമ്പോൾ ഏത് കഥയാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ജനസമൂഹത്തിന് മനസ്സിലാവുന്നുണ്ടാവും. യഥാർത്ഥ കഥകൾ നാട്ടുകാർ അറിയും. കാളയുമായി വന്നവൻ്റെ തെളിവുകൾ പുറത്തുവിട്ടാൽ അവനും ജനം TVയും താങ്ങൂല. രാഷ്ട്രീയം തന്നെ പറഞ്ഞ് ജയിക്കുന്നതാണ് ഞങ്ങളുടെ ശൈലി എന്നുള്ളത് കൊണ്ടും സദാചാര പോലീസ് ശീലമില്ലാത്തത് കൊണ്ടും വിട്ടുകളയുകയാണ്. നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ താങ്ങും, എന്നാൽ താങ്ങാൻ നിങ്ങളെക്കൊണ്ട് ആകില്ല. ഇതാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പോസ്റ്റ്. ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ ഈ സമുന്നതനായിട്ടുള്ള നേതാവാണ്, ഇന്ന് ഉള്ള നേതാവാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിനെതിരെ ഒരു യുവതി സഹായവുമായിട്ട് വരികയും ആ സഹായമായിട്ട് വന്ന സാഹചര്യത്തിൽ, സഹായം അഭ്യർത്ഥിച്ച് വന്ന സാഹചര്യത്തിൽ ആ യുവതിയോട് സഹായം വേണ്ട രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു വിടുകയും പിന്നീട് അദ്ദേഹം രാത്രി കാലങ്ങളിൽ യുവതിയായിട്ട് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, അല്ലെങ്കിൽ അശ്ലീല ചിത്രം അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് അക്കൗണ്ടിലൂടെയാണ് ഈ വിഷയം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇമ്മീഡിയറ്റായിട്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ശക്തമായിട്ട് നിയമ നടപടി നേരിട്ട സാഹചര്യത്തിൽ ഫേക്ക് അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് ക്രിമികീടങ്ങളെല്ലാം ഓടിയൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. നമുക്കറിയാം, സ്ക്രീൻഷോട്ട് വിഷയം, വടകര വിഷയത്തിൽ പോലും കൂടെ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ കീടങ്ങളുടെ ഒരു പ്രവർത്തനമാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മളിവിടെ എടുത്ത് കാണേണ്ടത് ഈ സന്ദർഭത്തിൽ ഏറ്റവും ശക്തമായിട്ട്, അതായത് പ്രതിപക്ഷത്തില്ലാതിരുന്നിട്ട് കൂടി ശരിക്കും പറഞ്ഞില്ല ഔദ്യോഗികമായിട്ട് രാഹുൽ മാക്കൂട്ടം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആരുമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മെമ്പർഷിപ്പിൽ നിന്ന് പോലും കൂടെ പുറത്താക്കിയിരിക്കുന്ന കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ സാന്ദർഭികമായിട്ട് നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും 100% ഒരു കോൺഗ്രസ്സുകാരൻ, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ യുവ നേതാവ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ഒരു സ്വരം എന്ന നിലയിൽ പ്രതിപാദിക്കുന്ന ഈ രാഹുൽ മാക്കൂട്ടത്തോളം ക്വാളിറ്റിയുള്ള മറ്റ് ഏതൊരു നേതാവാണ് ഇന്ന് കോൺഗ്രസ്സിലുള്ളത് എന്നുള്ളത് പൊതുസമൂഹം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ചോദ്യം ഏറ്റവും കൂടുതൽ ചെന്ന് കൊള്ളുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ നേർക്കാണ്. VD സതീശൻ്റെ ഒരൊറ്റ നിർബന്ധ ബുദ്ധിയോടുകൂടി മാത്രമാണ്, അതായത് വെറും നിഴൽ പീഡന പരാതിയുടെ പേരിൽ ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇങ്ങനെ ഇല്ലാതാക്കുമ്പോൾ ഒട്ടനേക സ്ത്രീ വിഷയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള PK ശശിയെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ടാണ് VD സതീശൻ ഈ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഇവിടെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ UDFനെ സ്നേഹിക്കുന്ന പൊതുസമൂഹം വളരെ വേദനയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. കാരണം VD സതീശൻ്റെ ആ ഒരു നിലപാട്, പ്രത്യേകിച്ച് VD സതീശൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾ കൂടി, പറവൂർ മണ്ഡലത്തിലുള്ള പല വിഷയങ്ങൾ കൂടി ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, കാരണം VD സതീശൻ്റെ ഓഫീസ് സെക്രട്ടറിയായി 20 വർഷക്കാലം പ്രവർത്തിച്ചിരുന്ന, പറവൂർ MLA ഓഫീസിൽ നീണ്ട 20 വർഷക്കാലം ഓഫീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന താരകേശനെ മദ്യപിച്ച് മതോന്മത്തനാക്കി ബോധം കിടത്തിയതിന് ശേഷം ആ താരകേശൻ്റെ ഭാര്യയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നു VD സതീശൻ. ഈ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശൻ്റെ ഭാര്യയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നു എന്നത് ആ സ്ത്രീ തന്നെ പൊതുസമൂഹത്തിൽ വന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന വീഡിയോ ഇപ്പോൾ പൊതുസമൂഹത്തിലൂടെ ഓടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട VD സതീശനാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിനെ ഈ നിഴൽ പീഡന പരാതിയുടെ പേരിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് PK ശശി എന്ന വ്യക്തിയെ, പാലക്കാട്ടിലെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന PK ശശി എന്ന സ്ഥാനാർത്ഥിയെ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒട്ടനവധി സ്ത്രീ പീഡന വിഷയങ്ങൾ വന്നിട്ടുണ്ട്, ആ ഒരു വ്യക്തിയെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് സിന്ദാബ വിളിക്കുന്നത് എന്നുള്ളതും, അതുപോലെ ഇവിടുത്തെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായ അലൻ മാത്യു എന്ന വ്യക്തി
ഒരു യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി പല തവണ പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും അതിനുശേഷം ആ സ്ത്രീ ഗർഭിണിയാവുകയും ഗർഭചിത്രം അലസിപ്പിക്കുകയും അതിനുശേഷം ആ സ്ത്രീയുടെ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയ സാഹചര്യത്തിൽ ആ സ്ത്രീ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ആ പരാതി പത്തനംതിട്ട എസ് പിക്ക് കൈമാറുകയും പത്തനംതിട്ട എസ് പി അത് DYSPക്ക് അന്വേഷണത്തിന് അയക്കുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും കൂടെ ആ പരാതിയെല്ലാം മുക്കി അല്ലെങ്കിൽ ഒതുക്കി വെച്ചിരുന്ന സാഹചര്യത്തിൽ നീതി തനിക്ക് ലഭിക്കില്ല എന്ന ഉറപ്പ് വന്ന സാഹചര്യത്തിൽ ആ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും പോലീസ് കേസ് എടുക്കുകയും എന്നാൽ ആ അലൻ മാത്യു എന്ന CPMൻ്റെ ഉന്നതനായിട്ടുള്ള റാന്നിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് ഒളിവിൽ പോകുകയും ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് VD സതീശൻ ഈ ഇലക്ഷൻ്റെ ഇടയിൽ പല പത്രസമ്മേളനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇതുവരെയും അലൻ മാത്യുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം പോലും ചോദിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കറിയാം പിണറായിസ്റ്റുകൾ സ്വാഭാവികമായിട്ടും അലൻ മാത്യുവിന് സംരക്ഷണം ഒരുക്കും എന്നുള്ളത് പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധ സ്വരം എന്തുകൊണ്ട് വരുന്നില്ല? പ്രതിപക്ഷ നേതാവ് പല പത്രസമ്മേളനങ്ങളിലും പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് ഒരു അരവാക്കായിട്ടെങ്കിലും എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ക്രിമിനൽ കേസിൽപ്പെട്ട ഒരു പ്രതിയായ ഈ അലൻ മാത്യുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? സാധാരണ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ അത്? ഇതുവരെയും എന്തുകൊണ്ട് അത് ചോദിക്കുന്നില്ല? ഇവിടെയെല്ലാം ആണ് രാഹുൽ മാക്കൂട്ടത്തിനെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന VD സതീശൻ്റെ ആ ഒരു ഹീനമായ പ്രവൃത്തിയെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന UDFനെ സ്നേഹിക്കുന്ന പൊതുസമൂഹം പോലും കൂടെ വളരെ സംശയത്തോടു കൂടി നോക്കിക്കാണുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടം ഇന്നും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു അസറ്റാണ്, UDFൻ്റെ ഏറ്റവും വലിയൊരു അസറ്റാണ്. കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഏറ്റവും നല്ലൊരു ഫുട്ബോൾ ടീമിൻ്റെ ഏറ്റവും നല്ലൊരു സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിക്കാരനാണ്. ആ കളിക്കാരനെ പുറത്തിരുത്തിക്കൊണ്ട് എത്ര നല്ല ടീമാണെങ്കിലും കളിക്കുമ്പോൾ ആ കളിയിൽ സ്വാഭാവികമായിട്ട് വിജയിക്കണം എന്നില്ല. VD സതീശൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്നിരിക്കുന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDFന് നല്ല വിജയം നേടിയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൽ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ കളികളിലെല്ലാം സെൻട്രൽ ഫോർവേഡായിട്ട് രാഹുൽ മാക്കൂട്ടം എന്ന നേതാവ്, അതിശക്തനായ യുവ നേതാവും ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ അവസാന ഫൈനൽ കളി വന്ന സന്ദർഭത്തിൽ രാഹുൽ മാക്കൂട്ടം അവിടെ സെൻട്രൽ ഫോർവേഡായിട്ട് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.